ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം. 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സ്നേഹനിധികളായ സഹോദര സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ സൽപ്രവർത്തനങ്ങളെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ഇരട്ടികൾ പ്രതിഫലം നൽകുന്ന ഈ ഒരു മാസത്തിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും അതിലൂടെ ധാരാളം പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിർവഹിക്കുന്നതിൻ്റെ പ്രതിഫലങ്ങൾ ഒരുപാട് ഇരട്ടികളായി നേടാനും ഒരു സൗഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഇത് ഖുർആനിൻ്റെ അവതരണ മാസമാണ്. വിശുദ്ധമായ ഖുർആൻ വല്ലാത്ത അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ ഒരു കലാമാണ്. ഖുർആൻ എന്ത് എന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും കൃത്യമായി അത് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊരു മനുഷ്യ സൃഷ്ടി അല്ല. പലപ്പോഴും അതിനെക്കുറിച്ച് അറിയാൻ അവസരങ്ങളില്ലാത്ത പലരെങ്കിലും ഒരു മിഥ്യാധാരണ വെച്ച് പുലർത്താറുണ്ട്. ഖുർആൻ അറബി ഭാഷയിൽ എഴുതിയുണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ ആരോ നിർമ്മിച്ചുണ്ടാക്കിയ കുറേ വരികളാണ്. അങ്ങനെയല്ല ഖുർആനിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ്റെ അത്ഭുതങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെന്നാൽ അത് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ദൈവികത, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ വളരെ സ്പഷ്ടമായി നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നത് വലിയ ഒരു വസ്തുതയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഖുർആൻ? 4 ഗ്രന്ഥങ്ങളാണ് ഗ്രന്ഥമായി സൃഷ്ടികളായ ആളുകളെ സമുദ്ധരിക്കാനും അവർക്ക് മാർഗദർശനം നൽകാനും അതിലൂടെ നരക വിമോചനത്തിന് പാകപ്പെടാനും അള്ളാഹു അവതരിപ്പിച്ചത്. തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആൻ എന്നിങ്ങനെ 4 ഗ്രന്ഥങ്ങൾ നമ്മൾ പരിചയപ്പെട്ടവരാണ്. ഈ 4 ഗ്രന്ഥങ്ങളിൽ അവസാനം ഇറക്കപ്പെട്ട ഗ്രന്ഥവും അവസാനം നിയുക്തനായ പ്രവാചകനിലൂടെ അള്ളാഹു നമുക്ക് നൽകി. അപ്പോൾ എങ്ങനെ നൽകി എന്ന് ചോദിച്ചാൽ, ഖുർആൻ ഒരാശയങ്ങളുടെ ഒരു ഗ്രന്ഥമായി നേരിട്ട് ഒരു പുസ്തകമായി സമർപ്പിച്ച ഒന്നല്ല. മറിച്ച് എങ്ങനെയാണ് ഖുർആൻ അവതരിപ്പിച്ചത്? അതിൻ്റെ തുടക്കമാണ് നമ്മളെപ്പോഴും അറിഞ്ഞതുപോലെ പറയാറുള്ളത് പോലെ ഇഖ്റയിൻ്റെ തുടക്കം. അത് ഖുർആനിൻ്റെ ഒരു തുടക്കമാണ്. അഥവാ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്, അണ്ഡഘടാകങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ അള്ളാഹ്, ആ അള്ളാഹുവിൻ്റെ ഒരു കലാം, അള്ളാഹുവിൻ്റെ ഒരു സംസാരം. ആരോടാണ് അള്ളാഹു സംസാരിക്കുന്നത്? എല്ലാ മനുഷ്യരോടും, എല്ലാ ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ജിന്നുകളോടും അള്ളാഹുവിൻ്റെ ഒരു സംസാരമാണ് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു സംസാരിക്കുകയാണ്. ആ സംസാരത്തിൻ്റെ പ്രാരംഭ പ്രഖ്യാപനമാണ് ഹിറാ ഗുഹയിൽ വെച്ച് പരിശുദ്ധ പ്രവാചകർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നിർവഹിക്കപ്പെട്ടത്. അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ്. ഖുർആൻ വല്ലാത്തൊരു അത്ഭുതകരമായൊരു ഗ്രന്ഥമാണ്. ഒരു കാര്യം മാത്രം, ഞാനത് സംബന്ധമായ ഒരു വിശകലനം ഇവിടെ ആഗ്രഹിക്കുന്നില്ലെങ്കിലും, ഖുർആനിനെ അടുത്തറിയാനും മനസ്സിലാക്കാനും
എൻ്റെ സഹോദരങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്ന ഒരാശയം. നോക്കൂ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട് ആറാം നൂറ്റാണ്ടിലാണ്. ഇന്ന് നമ്മൾ നൂറ്റാണ്ടുകൾ 14 കഴിഞ്ഞു. വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയതിന് ശേഷം 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം നമ്മളെത്തി. പക്ഷെ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇന്നും ഖുർആനിൻ്റെ ഓരോരോ വരികളും വല്ലാത്തൊരു അത്ഭുതമായി നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എങ്ങനെ അത്ഭുതമാകുന്നത്? ഖുർആൻ അന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഈ ലോകത്തോട് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പാകപ്പെടുന്ന ഒരു സമൂഹം അങ്ങക്കാലത്ത് ഉണ്ടാകാൻ യാതൊരു തെളിവുകളോ അല്ലെങ്കിൽ വാക്യങ്ങൾക്കുള്ള പിൻബലങ്ങളോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടം. അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിച്ചു, സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രം അത് ഉൾക്കൊണ്ട സ്വഹാബിമാർ. പക്ഷെ അന്ന് ഖുർആൻ പറഞ്ഞത് എന്തൊക്കെയാണ്? അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ, അല്ലേ? ഖഗോളശാസ്ത്രത്തെക്കുറിച്ച്, ഭൂമി അതിൻ്റെ ഘടനകളെക്കുറിച്ച്, അന്തരീക്ഷത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ, ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ വിശുദ്ധ ഖുർആൻ സംസാരിച്ചു. അതിൽ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഖുർആൻ വ്യക്തമായി പറഞ്ഞത് ഇന്നിൻ്റെ പല ഡോക്ടർമാരും വളരെ അത്ഭുതത്തോടെ അത് പറയാറുണ്ട്. എന്താ ഖുർആൻ പറഞ്ഞത്? ഒരു കുഞ്ഞ് രൂപപ്പെടുന്ന അതിൻ്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളെ കൃത്യമായി രൂപപ്പെടുത്തിയിട്ടാണ് വിശുദ്ധമായ ഖുർആൻ സംസാരിച്ചത്. പിതാവിൻ്റെ മുതുകിൽ നിന്ന് ഉമ്മയിലേക്ക് കൈമാറപ്പെട്ട ആ വിശുദ്ധമായ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കം ഇന്ദിരത്തുള്ളികളായി നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരിലെത്തുകയും ഖുർആൻ സൂചിപ്പിക്കുന്നു അത് ആദ്യം ഒരു രക്തപിണ്ഡമായി മാറുന്നു. രക്തപിണ്ഡമായി മാറുകയാണ്. ഖുർആൻ അതിനെ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. ആ രക്തപിണ്ഡം ഒരു അട്ടയുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ആ രീതിയിൽ തോന്നിപ്പിക്കും വിധമുള്ള ഒരു രക്തപിണ്ഡമായി അതാദ്യം രൂപപ്പെടുന്നു. ഭാര്യ ഭർത്തൃബന്ധത്തിലൂടെ ആ മഹാത്ഭുതം അള്ളാഹു പ്രപഞ്ചത്തിൽ നടപ്പിൽ വരുത്തുകയാണ്. അങ്ങനെ പിന്നീടത് ഒരു രക്തപിണ്ഡം മുതൽ ഒരു മാംസകഷ്ണമായി മാറുകയാണ്. അലക്കത്ത് മുലകത്ത് എന്നൊക്കെ ഖുർആൻ അതിൻ്റെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നീടത് ചവച്ച് വെച്ച ഒരു മാംസപിണ്ഡം പോലെ ആ രീതിയിലേക്ക് അത് രൂപപ്പെടുന്നു. പിന്നീട് ഖുർആൻ പറയുന്നുണ്ട് എല്ലുകളും മാംസങ്ങളുമൊക്കെ പൊതിഞ്ഞ് പിന്നീട് അത് മറ്റൊരു സൃഷ്ടിയായി രൂപപ്പെടുത്തുന്ന സർവാധിപനായ അള്ളാഹു. ഞാനിത് പറയുന്ന ഒരു കാര്യം, ഇന്നാണ് ഇങ്ങനെ ഒരു സംസാരമെങ്കിൽ അതിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാര്യമെന്തേ? സാങ്കേതിക വിദ്യകൾ അത്രമാത്രം വികാസം പ്രാപിച്ചു, ടെക്നോളജികൾ വളർന്നു. കുഞ്ഞ് ഗർഭപാത്രത്തിൽ രൂപപ്പെട്ട് മാസങ്ങൾ കഴിയുമ്പോഴേത്തിന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ലിംഗനിർണയം തന്നെ സാധ്യമാകുന്ന ഒരു കാലഘട്ടമാണ്. അത് സ്ത്രീയാണോ പുരുഷനാണോ അംഗവൈകല്യങ്ങളുണ്ടോ എന്നൊക്കെ കൃത്യമായി നോക്കിക്കാണാൻ കഴിയുന്ന വിധം സയൻസ് പുരോഗമിച്ചു, ശാസ്ത്രം വളർന്നു. ഈ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ അതിൻ്റെ അത്ഭുതങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അത് ഫീൽ ചെയ്യാൻ നമുക്ക് അവസരങ്ങളില്ല. എന്നാൽ നമ്മൾ ഇത് ചിന്തിക്കുന്നത്, ഇത് പറയുന്ന പ്രവാചകരുടെ കാലഘട്ടം ഏതാണ്? 1400 കൊല്ലം എന്ന് പറയുമ്പോൾ ഒരു നീണ്ട കാലങ്ങൾ. അന്ന് പറഞ്ഞത് ഒരു ദൈവികമായ വാക്യമായിരുന്നില്ല എങ്കിൽ എങ്ങനെ ഇത് പറയാൻ കഴിയും? ഒരു സ്കാനിങ് ചെയ്യാനുള്ള അവസരങ്ങളില്ല.
അങ്ങനെയുള്ള യാതൊരുവിധ സംവിധാനങ്ങളുമില്ല. ഇന്നത്തെ പോലെ വൈദ്യശാസ്ത്രം എന്ന് പറയാൻ പോലും ഒന്നുമില്ല. വല്ല പച്ചമരുന്നുകളോ കൊത്തുമരുന്നുകളോ അത് മാത്രം രോഗശമനത്തിന് അഭയമായി കണ്ടെത്തിയിരുന്ന 6-ാം നൂറ്റാണ്ടിലെ ആളുകൾക്കിടയിൽ വന്ന അക്ഷരാഭ്യാസമില്ലാത്തൊരു വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ ഒരു ശക്തിയാണ് പരിശുദ്ധ പ്രവാചകർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിൽ. ഞാനീ പറഞ്ഞ പോലെ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി പറയാൻ പോകുന്ന ആളോ അക്ഷരാഭ്യാസം ഇല്ലാത്തൊരാളാണ്. മാനവി കാരീൻ എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം വായന ആവശ്യപ്പെട്ടപ്പോൾ തൻ്റെ നിസ്സംഗത വെളിവാക്കിക്കൊണ്ട് തൻ്റെ നിസ്സഹായാവസ്ഥയോടെ പ്രതികരിച്ചത് അങ്ങനെയായിരുന്നു. ഈ ഒരാൾ ഒന്നും പോയിട്ടില്ല, പഠിച്ചില്ല, ഒന്നുമില്ല. എന്നാൽ ഇതൊന്നും മുൻകൂട്ടി അറിയാനുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ല. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വിളിച്ചു പറയാണ്, ഏത് ഇങ്ങനെയൊക്കെ ഉണ്ടിട്ടോ മനുഷ്യൻ ഇങ്ങനെയാണ് സൃഷ്ടിക്കുക, ഇന്നൊരു സ്വഭാവത്തിലാകും അത് ആദ്യം ഉണ്ടാവുക, പിന്നീട് അത് മാംസമായി വരുമ്പോൾ ഇന്ന സ്വഭാവത്തിലാണ് ഉണ്ടാവുക, പിന്നീട് ഇന്നനെ പോലെയൊക്കെ അതിന് വ്യത്യസ്തമായ രൂപപ്പെടലുകൾ ഉണ്ടാകുന്നു, അവസാനം അതൊരു മനുഷ്യനായി രൂപപ്പെടുന്നു. ഈ ഒരു അത്ഭുതം അത് മാത്രം മതി വിശുദ്ധമായ ഖുർആനിൻ്റെ അമാനുഷികതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഇതൊരിക്കലും ഒരു മനുഷ്യ നിർമ്മിതമല്ല, മറിച്ച് സർവാധിപനായ അള്ളാഹു തൻ്റെ അടിമകളുമായി സംസാരിക്കുകയാണ്. ആ സംസാരങ്ങളാണ് അത് കേവലം വായിക്കാനും പഠിക്കാനും എഴുത്ത് മുഖേന ഖുർആനിൻ്റെ രൂപത്തിൽ നമ്മളത് ഓതുന്നു, നമ്മൾ പാരായണം ചെയ്യുന്നു, നമ്മളത് വായിക്കുന്നു. യഥാർത്ഥത്തിൽ അതൊരു സൃഷ്ടാവിൻ്റെ ഒരു സംസാരം, അന്തരീക്ഷത്തിൽ സൃഷ്ടികളുമായിട്ടുള്ള നിലക്കാത്തൊരു സംസാരമായി, കലാമായി വിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്, അങ്ങനെയുള്ള വിശുദ്ധമായ ഖുർആൻ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്ന ഏറ്റവും വിശുദ്ധമായ, ഏറ്റവും പവിത്രമായ ഒരു മാർഗമാണ്, ഒരു വഴിയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളെ പരിപൂർണമായി ഉൾക്കൊള്ളുന്ന ഒരു സമീപനമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് ഇഹപര വിജയം സാധ്യമാകൂ. ഇന്ന് ഖുർആൻ അതുപോലെ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ ഞാനിവിടെ സൂചിപ്പിച്ച മറ്റൊരുപാട് തലങ്ങളിലൂടെ ചിന്തിച്ചാലും അതിൻ്റെ അത്ഭുതങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. പുണ്യ റസൂൽ പറഞ്ഞ ആശയങ്ങളാണ്. ഒന്ന് പറയട്ടെ, വെയിൽ കൊണ്ട് ചൂടായ വെള്ളം നിങ്ങൾ ഉപയോഗിക്കരുത്. പുറത്ത് വെയിൽ കൊള്ളിക്കുന്നു, ഒരു പാത്രത്തിൽ വെള്ളം, അങ്ങനെ ചൂടായ വെള്ളം നിങ്ങൾ ഉപയോഗിക്കരുത്. പരമാവധി അത് ഉപേക്ഷിക്കലാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. അന്ന് പ്രവാചകവാക്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയാനോ ആ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഒരുപക്ഷെ കഴിഞ്ഞില്ല. എന്നാൽ പോലും ഇന്നിൻ്റെ ഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വൈദ്യശാസ്ത്രം കൃത്യമായി പറഞ്ഞു, അങ്ങനെ ചെയ്താൽ അതൊരുപാട് രോഗങ്ങൾക്ക് കാരണമാകും. സൂര്യപ്രകാശം കൊണ്ട് ചൂടുള്ള വെള്ളം നിങ്ങൾ ഉപയോഗിക്കരുത്. അപ്പം എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഇങ്ങനെ കാലങ്ങൾക്ക് മുമ്പേ സംസാരിച്ച ഒരു വിശുദ്ധമായ ഗ്രന്ഥമാണ് ഖുർആൻ. എല്ലാ കാര്യങ്ങളും പ്രവചിച്ചു. നാട്ടിൽ നടന്നതും നടക്കാനിരിക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതുമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൻ്റെ എല്ലാ വ്യക്തമായ ഒരു സൂചനകൾ ഖുർആനിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായി നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെയുള്ള ഈ വിശുദ്ധമായ ഗ്രന്ഥം അള്ളാഹുവിന് നൽകി എന്നതാണ് ഈ മാസത്തിൻ്റെ പ്രാധാന്യം എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് ഈ വിശുദ്ധമായ ഖുർആനിനെ സമ്പൂർണ്ണമായി ഉൾക്കൊള്ളുകയും
ആ വിശുദ്ധമായ ഖുർആനിനെ നെഞ്ചിലേറ്റുകയും ചെയ്യുമ്പോഴാണ് നാളെ ഖബറിൽ വെച്ചുള്ള ഖുർആനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കെങ്കിലും നമുക്ക് കൃത്യമായ ഉത്തരം പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ഈ മാസം, അതിൻ്റെ ഓരോ നിമിഷങ്ങളും ഒരു നന്മയുടെ വഴിത്താര നമ്മുടെ മുന്നിൽ രൂപപ്പെടുത്താനും അതിലൂടെ ഒരുപാട് ആളുകൾക്ക് ആത്മീയതയിലേക്ക് യാത്ര ചെയ്യാൻ അവസരമൊരുക്കാനും ഇങ്ങനെയുള്ള സംഗമങ്ങളൊക്കെ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്തിൽ ബഹുമാന്യ സഹോദരങ്ങളെ, ഞാൻ ഈ വാക്യം ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒറ്റ വാക്യം. എന്താണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ റമദാനിൻ്റെ പ്രാധാന്യം. ഈ റമദാനിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസ്, ഓ വിശുദ്ധ ജനങ്ങളെ, ഓ സഹോദരങ്ങളെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതഅറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. സൃഷ്ടിയുടെ നിങ്ങളുടെ രൂപസാദൃശ്യങ്ങളിലല്ല നിങ്ങൾ പ്രാധാന്യം കാണേണ്ടത്, അതിലല്ല നിങ്ങൾ മഹത്വങ്ങൾ പരസ്പരം വിലയിരുത്തേണ്ടത്, മറിച്ച് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അതാണ് വിശുദ്ധ വാക്യമൊക്കെ ഉച്ചരിച്ച് നിങ്ങളുടെ ഇന്നിൻ്റെ ഒരു സന്ദേശമായി എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ദൈവസന്നിധിയിൽ സ്ഥാനീയൻ, ആദരണീയൻ, അത്ഖാക്കും, നിങ്ങളിൽ ഭക്തിയുള്ള ജീവിതം നടത്തിയവരാരോ അവരാണ് എന്ന് ഇത് നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ഇതൊരു കൃത്യമായ ഉപദേശമാണ്. എല്ലാ സഞ്ചാരപഥങ്ങൾക്കും ഇതൊരു വെളിച്ചമുള്ള ഒരു വഴികാട്ടലാണ്. എല്ലാ കൂരിരുട്ടുകൾക്ക് നേരെയുമുള്ള അതിശക്തമായ ഒരു പ്രകാശ കിരണങ്ങളുടെ പ്രകടനങ്ങളാണ്. കാരണം പലതിൻ്റെയും പേരിൽ മനുഷ്യർ മാനവികതയെ മറന്ന് മൃഗത്തെ വാരിപ്പുണരുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യത്വത്തിന് പകരം പൈശാചികത ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ, വെറുപ്പുകളും വിദ്വേഷങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ, ഇവിടെ നിന്ന് ഈ റമദാനിൻ്റെ ഈ മഹത്വങ്ങൾ പറയുന്നതോടുകൂടെ പറയട്ടെ, ഇതൊന്നും ദൈവസാന്നിധിയിൽ ഒന്നുമേ അല്ല. അവിടെ ആദരണീയൻ അത്ഖാക്കും, തഖ്വയുള്ളവനാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തഖ്വയോടെ ജീവിക്കാൻ കരുണാധിനിയായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.